സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കറാണ്. PN പണിക്കറാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗനിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? സൊമാറ്റോട്രോപ്പിനാണ്. സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാക്കുന്നത്. സൊമാറ്റോട്രോപ്പിൻ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ബൊമാൻസ് ക്യാപ്സുൾ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൊമാൻസ് ക്യാപ്സുൾ ശരീരത്തിലെ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്കയാണ്. വൃക്ക. ബൊമാൻസ് ക്യാപ്സ്യൂൾ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചതാര്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ജൂലിയസ് ഹാരിസൺ ആണ്. ജൂലിയസ് ഹാരിസൺ. മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയമാണ്. ഹൃദയം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ് ആണ്. മാലിയസ്. മാലിയസ് കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യകർണത്തിലാണ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976 ആണ്. 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്? വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. സിലിണ്ടറിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം? കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയാണ് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം. മൈറ്റോകോൺട്രിയ. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം? എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറൈഡ് ആണ്. ഓർഗാനോക്ലോറൈഡ്. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് ഓർഗാനോക്ലോറൈഡ്. ആര് ആകാശവാണി സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് ദിവസമാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്? നവംബർ 12 ആണ്.
ഇത് ആര് ആകാശവാണി സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ആചരിക്കുന്നത്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി 1947. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏത്? 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജാണ് പൂക്കോട്ടൂർ. പൂക്കോട്ടൂർ കലാപം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂർ. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ്. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത് ഫെർമി. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമിയാണ്. ഫെർമി. ശ്രീബുദ്ധന്റെ അവസാന വാക്കുകൾ. ശ്രീബുദ്ധന്റെ അവസാന വാക്കുകൾ: എല്ലാ സങ്കീർണ വസ്തുക്കളും നശിക്കും. ശ്രീബുദ്ധന്റെ അവസാന വാക്കുകളാണ് എല്ലാ സങ്കീർണ വസ്തുക്കളും നശിക്കും എന്നത്. എല്ലാ സങ്കീർണ വസ്തുക്കളും നശിക്കും എന്നത് ആരുടെ വാക്കുകളാണ്? ശ്രീബുദ്ധന്റേതാണ്. ശ്രീകൃഷ്ണപുരം കോളേജ് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ശ്രീകൃഷ്ണപുരം കോളേജ് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. VT ഭട്ടതിരിപ്പാട്. ശ്രീകൃഷ്ണപുരം കോളേജ് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്. തിരുവനന്തപുരത്ത് നിയമ പഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്. തിരുവനന്തപുരത്ത് നിയമ പഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. ഗുമ്ര ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഗുമ്ര ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഒഡീഷയാണ്. ഒഡീഷ. ഗുമ്ര ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഒഡീഷയിലെയാണ്. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ കോട്ട. പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് തങ്കശ്ശേരി കോട്ട. പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് തങ്കശ്ശേരി കോട്ട. എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്? എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്? 7 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി അലക്സി ലിയോനോവ് ആണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തിയാണ് അലക്സി ലിയോനോവ്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട തടവുകാരെ എവിടെയുള്ള ജയിലിലേക്കാണ് കൊണ്ടുപോയത്? വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട തടവുകാരെ ബെല്ലാരിയിലേക്കുള്ള ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ബെല്ലാരി. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവനായിരുന്നത് മയിൽസ്വാമി അണ്ണാദുരൈയാണ്. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈ. 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ബോംബെ. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത്? അക്ബറിന്റെ കാലത്താണ്. അക്ബർ. ലോമികകൾ കണ്ടുപിടിച്ചതാര്? ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി ആണ്. മാർസെല്ലോ മാൽപിജി. ലോമികകൾ കണ്ടുപിടിച്ചതാരാണ്? മാർസെല്ലോ മാൽപിജി. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം.
ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്രയാണ്. ആഗ്ര. മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ്ബർഗിലെ വീടിന്റെ പേര്. മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ്ബർഗിലെ വീടിന്റെ പേര് ദി ക്രാൽ എന്നാണ്. ദി ക്രാൽ. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. സാമൂഹിക നേതൃത്വം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായർ ആണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906 ആണ്. 1906 ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായത്. 1906. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന സ്വാമി സത്യവ്രതന്റെ പൂർവാശ്രമത്തിലെ പേര്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന സ്വാമി സത്യവ്രതന്റെ പൂർവാശ്രമത്തിലെ പേര് ചങ്ങനാശ്ശേരി അയ്യപ്പൻ പിള്ള എന്നായിരുന്നു. ചങ്ങനാശ്ശേരി അയ്യപ്പൻ പിള്ള. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. സല്യൂട്ട് 1. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. പാലിന്റെ ഗുണനിലവാരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ട്? ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിവെക്കാനിടയായത് ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ട്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.